സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയായിട്ട് തൃശ്ശൂർ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. പുഷ്പഫല പ്രദർശനം. അതൊന്ന് കാണാമെന്ന് വെച്ച് പോയതാണ്. 60 രൂപ ഒരാൾക്ക് ടിക്കറ്റ്. ഞാനും മോളും ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞുണ്ടായിരുന്നു. ഓംകാർ 6 6 12 120 രൂപ. ഒരു കാര്യം ഉണ്ടായില്ല. നമ്മൾ പുഷ്പഫല പ്രദർശനം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലവർ ഷോ എന്നൊക്കെ പറയുമ്പോൾ, നമ്മളത് കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്കതിൽ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു കുളിർമ. പുഷ്പമല്ലേ, അത് പൂക്കളുടെ ഒരു കൂട്ടം. പക്ഷേ അങ്ങനെ തോന്നിയില്ല. ആ ഒരു നിറവുണ്ടായില്ല അതിൽ നിന്ന് ഇറങ്ങിയപ്പം. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇതിലുണ്ടാവും എല്ലാം. ഫസ്റ്റ് നമ്മൾ തുടങ്ങിയപ്പോൾ വിചാരിച്ചു അങ്ങോട്ട് ചെല്ലും തോറും നിറയെ സംഭവങ്ങളായിരിക്കും എന്ന്. സ്റ്റാർട്ടിങ്ങിൽ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലും തോറും ശുഷ്കിച്ച് പൂക്കളൊന്നും. പിന്നെ ചിലപ്പോൾ 10-ാം തീയതിയാണ് തുടങ്ങിയത്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം കുറേ മൊട്ടുകളൊക്കെ ഇങ്ങനെ ആയി നിൽക്കുന്നുണ്ട് ചില ചെടികളിൽ. അതൊക്കെ ഇങ്ങനെ പൂക്കളായിട്ട് തുടർന്നുള്ള ദിവസങ്ങളിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തുടക്കം തന്നെയല്ലേ പോയത്. അപ്പോൾ എനിക്കൊരു സുഖം തോന്നിയില്ല കണ്ടിട്ട്. അവിടെ ഇവിടെയും കുറച്ച് പൂക്കളുണ്ടായിരുന്നു. അതൊഴിച്ച് നമ്മൾക്ക് മനസ്സിനൊരു കുളിർമ നൽകുന്ന, ഒരു കണ്ണിന് ഒരു ആനന്ദം നൽകുന്ന സംഭവമൊന്നും അവിടെ കണ്ടില്ല. ഇനി ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവാം, എനിക്കറിയില്ല. എന്നാലും ഞാനതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിലിടുന്നുണ്ട് കേട്ടോ, കണ്ടോളൂ. കുറച്ചും കൂടി തിക്കായിട്ട് സംഭവങ്ങൾ വെച്ചിട്ട് കാർപ്പറ്റൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നൊരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കിപ്പോൾ എന്താ അങ്ങനെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ. നമ്മളെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ വെറുതെ കുറേ സ്പേസ് വെറുതെ കിടക്കുന്നു. അതൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഫില്ല് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു മനോഹാരിത ഈ ഫ്ലവർ ഷോയ്ക്ക് കിട്ടുമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്? ഇനി ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് കംപ്ലീറ്റ് ആകുമായിരിക്കാം. അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാം. പക്ഷേ എനിക്കിത് അത്ര സുഖമായിട്ട് തോന്നിയില്ല. കുറച്ചും കൂടിയൊക്കെ ആകാമായിരുന്നു നീ. നമ്മൾ 60 രൂപ കൊടുത്ത് കയറുന്നതല്ലേ. അതുപോലെ സെയിലിൻ്റെ ഭാഗത്തായാലും പോരാ, കുറച്ചും കൂടിയൊക്കെ ഇതിപ്പോൾ നമ്മളെ പരിചയപ്പെടുത്താനൊന്നും ഇതിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നമ്മൾക്കിതെന്താ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാനും ഒക്കെ ആൾക്കാരുള്ളതും നല്ലതാണ്. കണ്ട് ഇവിടെയൊക്കെ നമുക്ക് തുളസിത്തറയൊക്കെ ഉണ്ട് കൂടുതൽ. അതൊക്കെ ഒരെണ്ണം വാങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും ഒരാളും ഇല്ല നമുക്കതെന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാനോ. അങ്ങനെയുള്ള നല്ല തറ കണ്ടോ, അത് കണ്ടോ, അതെനിക്ക് നല്ല നോട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഏരിയയിലൊന്നും ഒരാളും ഇതേക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് ഒന്ന് പരിചയപ്പെടുത്താനായിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. എൻ്റെ മക്കളാണ് കേട്ടോ, ശാലു എൻ്റെ പേരക്കുട്ടിയാണ് അതിൽ ഓടി നടക്കുന്നത്. ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് കണ്ടോ, കാർപ്പറ്റ് തന്നെ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റുഡൻസിൻ്റെ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. അതിലും ഈ പറഞ്ഞ പോലെ നമുക്കിതെന്താണെന്ന് കാണിച്ചൊന്ന് പറഞ്ഞു തരാൻ അവിടെ ഒരാളും ഇല്ല. അതൊരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ആദ്യ ദിവസങ്ങളിലൊക്കെ നിറച്ച ആളുകൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ നോക്കൂ, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. കണ്ടില്ലേ എങ്ങനെയുണ്ട്? നിങ്ങൾക്കിഷ്ടമായോ? അഭിപ്രായം പറയണം കേട്ടോ. എനിക്കത്ര തോന്നിയില്ല. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നാളെ കാണാം.